നീണ്ട നേരത്തെ ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ജിസാൻ പോർട്ടിലാണ്, ഡിപ്പാർച്ചർ ഏരിയ. ഇപ്പോൾ ഡിപ്പാർച്ചറിനുള്ളിലോട്ട് നമ്മൾ പോവാണ്. ഇതുപോലത്തെ ടിക്കറ്റ് നമ്മളിവിടെ കിട്ടി ഡിപ്പാർച്ചറിന് മുമ്പായിട്ട്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് കാണിച്ചിട്ടാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ഈ ഒരു ലൈനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിവിടെ നമ്മുടെ എയർപോർട്ടിലുള്ളതുപോലെ തന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഇതുപോലത്തെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തോട്ട് വന്നത്. അപ്പോൾ ഇനിയും നമ്മൾ അടുത്തൊരു ഫെയറി കിടക്കുന്ന സ്ഥലത്തോട്ടായിരിക്കും പോകുന്നത്. നമുക്കറിയത്തില്ല കറക്റ്റ് കാര്യം എന്താണെന്ന്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകണം. നമ്മളപ്പം ഡിപ്പാർച്ചർ സെക്ഷനിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പോകാനുള്ള ഫെറി ഇവിടെ റെഡിയായി കിടപ്പുണ്ട്. നല്ല ഹ്യൂജ് ഒരു ഫെറിയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതാണ് സംഭവം, കൊള്ളാം. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് പോകണം. നമ്മൾ കയറി വരുമ്പം തന്നെ നമുക്കിത് ഇവിടെ ഒരു സൈഡിൽ താഴത്തെ മൊത്തം വണ്ടികളാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതാണ് നമ്മൾ ഷിപ്പിൽ കയറുമ്പോൾ ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ലഗേജൊക്കെ ഇവിടെ തന്നെ വെക്കണം. എന്നിട്ട് നമ്മൾ അടുത്ത ഇരിക്കുന്ന സെക്ഷനിലോട്ടായിരിക്കും പോകുന്നത്. സംഭവം സൂപ്പറാണ് കേട്ടോ. നമ്മൾ വന്നിറങ്ങിയിട്ട് ഈ ഒരു ഏരിയയിൽ കൂടെ വന്ന് ഈ ഷിപ്പിലോട്ട് കയറി. അപ്പം നമ്മളിങ്ങനെ മേളിലോട്ട് പോവാണ്. ഫെറിയുടെ ഇൻസൈഡിലെത്തി. അപ്പോൾ ഇൻസൈഡിലെത്തിയപ്പോൾ ഉള്ളൊരു കാഴ്ചയാണിത്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഹാള് പോലെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ഏരിയയുണ്ട്. പിന്നെ കഫറ്റേരിയ ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ മേടിക്കാം. വെറുതെ നമ്മുടെ ടീമൊക്കെ കുറച്ച് പേര് വന്നിട്ട് ഫുഡ് കഴിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന് കയറിയുള്ളൂ, അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കണം. വലിയ സംഭവം കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ ആദ്യമായിട്ട് വന്നേക്കുന്നൊരു സമയമാണ്. നമ്മുടെ ഫെറിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ ഒരു കാണുന്നത്. കുറേ ഷിപ്പുകളൊക്കെ മാറിയും കയറിയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലാണ് ഇനി ഫർസാൻ ഐലൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ പൊട്ടലിന് ഇവിടെ നിന്ന് കാഴ്ചകൾ കാണുന്നു. പിന്നെ കുറേ പേര് ഫുഡൊക്കെ കഴിച്ച് നീതിക്കൊണ്ട് നമ്മൾ കടലിനടുക്കൂടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു യാത്ര ഇത്രയും ദൂരത്ത്. അതിൻ്റെ തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലേ ഇപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേടാ? എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇങ്ങോട്ട് നോക്ക്, പറ എങ്ങനെയുണ്ട്? ഷെയ്ക്കൊക്കെ ആകുന്നുണ്ട്. സ്റ്റാർട്ടിങ് ടൈമിൽ ഷെയ്ക്കിംഗ് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെറിയ ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എല്ലാവരും കൂടെ ഫാമിലി എല്ലാം ഉണ്ട്, അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഇപ്പോൾ ആദ്യം വന്നു, പിന്നത്തെ പിള്ളേർ സെറ്റ് കൂടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഫസ്റ്റ് ടൈം ഷിപ്പിൽ ഒരു എക്സ്പീരിയൻസ് ആണ്. കൊള്ളാം, സംഭവം കൊള്ളാം. ഇത്ര നേരം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നതിൽ നിന്ന് ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക്. നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. കുറേ ഷിപ്പ് ഇത് നമ്മൾ പോകുന്ന ഫെറി ഷിപ്പിൻ്റെ ബാക്ക് സൈഡ് ഏരിയ ആണ്. അപ്പം ഇവിടെ നമുക്കുള്ള സേഫ്റ്റി ബോട്ടുകളും ഒക്കെ കാണാം. പക്ഷേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള ആക്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള വകുപ്പേ ഉള്ളൂ. നമുക്ക് നല്ല സ്പീഡിലാണ് പോകുന്നത്. നമുക്കിത് കാണുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് പോകുന്നത് നമുക്കറിയാൻ സാധിക്കും കേട്ടോ. നല്ല സ്പീഡിലുള്ള പരിപാടി. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇത് അതിൻ്റെ നമ്മൾ കയറി വന്ന ആ ഒരു സൈഡാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഓപ്പൺ ഡെക്ക്, അവിടുത്തെ ഒരു ഷട്ടർ കണ്ടോ, അവിടെ വഴിയാണ് നമ്മുടെ വണ്ടികളൊക്കെ കയറ്റി വെച്ചേക്കുന്നത്. അതുപോലെ നമുക്കുള്ള എൻട്രൻസ് വരും വഴി തന്നെയായിരുന്നു. അവിടെ നമ്മൾ മേളിലോട്ട് പോരുകയായിരുന്നു ചെയ്തത്. ഇവിടെ കുറച്ച് സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഷിപ്പിലെ പോലെ തന്നെ അങ്ങനെ യൂണിഫോം ധരിച്ചവരും പിന്നെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ആ ഒരു ഓറഞ്ച് കളറുള്ള ഡ്രസ്സ് ധരിച്ചവരും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഷിപ്പിലെ പോലെയൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ അവരുടെ ഒരു സ്റ്റാഫ് ടീമുകളാണ്. ഇവരൊക്കെയാണ് നമുക്ക് എൻട്രൻസൊക്കെ തന്നത്. ഏകദേശം ഇതൊരു നല്ല ഏരിയ ഉണ്ട്, ആൾക്കാരും അത്യാവശ്യത്തിനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഒരു 50 പേരോളം ഞങ്ങളുടെ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ പല ഗ്രൂപ്പുകളുണ്ട് വന്നിട്ടുണ്ട്. പിന്നെ പേഴ്സണലി വന്നിട്ടുള്ളവരും ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്നുള്ള ഇത് ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞത് രാവിലെ 7:30ക്കും പിന്നെ 3:30ക്കുമാണ് ഇവിടുത്തെ ഒരു ഫെറി സർവീസ് ഉള്ളത്.
അത് രണ്ടും ഫ്രീ ആണ്, ഗവൺമെൻറ്റിൻ്റെ സർവീസാണ്. അപ്പോൾ അതിൽ നമുക്ക് പോരാം. പിന്നെ അതല്ലെങ്കിൽ പ്രൈവറ്റ് ബോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ വേറെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്, കാശ് കൊടുത്തു കഴിഞ്ഞാൽ. ഇതാണ് എൻ്റെ ഒരു സംഭവം. ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ അത് ഹോസൺ ഐലൻഡിലോട്ട് ലാൻഡിങ് സെഷനിലോട്ട് വന്നിരിക്കുകയാണ്. അവിടുത്തെ വേറെ 1-2 ഷിപ്പും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ഹോസൺ ഐലൻഡിലോട്ട് കാലെടുത്ത് ഊട്ടാൻ പോവാണ്. നമ്മളിപ്പോൾ ഷിപ്പിൽ നിന്ന് ഔട്ടിറങ്ങി പോകുന്നു. എൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് കേട്ടോ എൻട്രൻസും എക്സിറ്റും ഒക്കെ ഉള്ളത്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല എന്താ പറയുന്നത് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലെ പോലെ ഒരു ക്ലൈമറ്റ്, വലിയ തണുപ്പൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കണക്ക് തണുപ്പൊന്നുമില്ല. ഇവിടെ നമുക്ക് ലഗേജൊക്കെ എടുക്കണം. നമ്മുടെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തെടുക്കണം. പോകാനായിട്ടുള്ള നമുക്ക് ലഗേജ് ഇവിടെ നിന്ന് എടുക്കണം. ലഗേജൊക്കെ എടുത്തു ഇതുവഴി തന്നെ പുറത്തോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ഹോസൺ ഐലൻഡിലെ ഫസ്റ്റ് കാഴ്ച എന്ന് പറയുന്നത്. ഇത് പോർട്ട് ഏരിയ പോലെ തന്നെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനൊരു ഷെയ്ഡഡ് പാത്ത് വേ ഉണ്ട്. നമ്മൾ അതിലും വഴിയാണ് ആ ഒരു അറൈവൽ സെക്ഷനിലോട്ട് പോകുന്നത്. ഇവിടുന്ന് ചെന്നിട്ട് അതേപോലെ തന്നെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് മാത്രം നമുക്ക് അകത്തൊക്കെ ഇത് ഇവിടുത്തെ അറൈവൽ ഡിപ്പാർച്ചറും സ്റ്റേഷനാണ്. അപ്പം നമുക്ക് ഇനി അറൈവൽ സെക്ഷനിലോട്ടായിരിക്കും പോകേണ്ടത്.